നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സനാതനധർമ്മ വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് ശ്രുതിയും സ്മൃതിയും. ശ്രൂയതേ ഇതി ശ്രുതി എന്നാണ് പറയുന്നത്. അതായത് കേൾക്കപ്പെട്ടത് യാതൊന്നോ അതാണ് ശ്രുതി. ഋഷിമാരാൽ നേരിട്ട് ദർശിക്കപ്പെട്ട അല്ലെങ്കിൽ സാക്ഷാത്കരിക്കപ്പെട്ട സത്യത്തിൻ്റെ പ്രതിപാദനമാണ് ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ളത്. സ്മര്യതേ ഇതി സ്മൃതി എന്നാണ് സ്മൃതിയെക്കുറിച്ച് പറയുന്നത്. സ്മരിക്കപ്പെട്ടതാണ് സ്മൃതി. വേദത്തിൽ ഉപദേശിച്ച തത്വങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകും വിധം ഐതിഹ്യങ്ങളുടെയും ആഖ്യായികകളുടെയും മറ്റും സഹായത്തോടെ വിശദീകരിച്ച് പറയുന്ന ഇതിഹാസ പുരാണാദികളെ സ്മൃതി എന്ന് പറയുന്നു. ഇതിഹാസ പുരാണങ്ങളെ കൂടാതെ ധർമ്മശാസ്ത്രങ്ങളും സ്മൃതി വിഭാഗത്തിൽ പറയുന്നു. ധർമ്മശാസ്ത്രങ്ങൾ പൊതുവെ സാമൂഹിക നിയമക്രമങ്ങളാണ്. ഇവ ദേശകാലാനുസൃതം മാറ്റം വരുന്നവയാണ്. മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, വ്യാസസ്മൃതി, പരാശരസ്മൃതി, ഗൗതമധർമ്മസൂത്രങ്ങൾ, വസിഷ്ഠസ്മൃതി എന്നിവ ഉദാഹരണങ്ങൾ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. ബാല്യാദിഷ്വപി ജാഗ്രദാദിഷു തഥാ സർവാസ്വവസ്ഥാസ്വപി വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്ത സ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ബാല്യാദിഷ്വപി ജാഗ്രദാദിഷു തഥാ സർവാസ്വവസ്ഥാസ്വപി വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്ത സ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ഏതെല്ലാം അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് അല്ലെങ്കിൽ കടന്നു പോകുന്നത്? സുഖവും ദുഃഖവും, മാനവും അപമാനവും, ശീതവും ഉഷ്ണവും, പൂജയും പരിഭാവവും, അങ്ങനെ ദ്വന്ദ്വങ്ങളിലൂടെ കടന്നുവന്ന് അതുപോലെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ഈ 3 അവസ്ഥകളിലും ഈ പറഞ്ഞതുപോലെ സുഖദുഃഖാദി ദ്വന്ദ്വങ്ങൾ ധാരാളം അനുഭവിക്കപ്പെട്ടിട്ടുണ്ട്.
ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ സർവാസു അവസ്ഥാസു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ശങ്കര കൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൻ്റെ 7-ാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ബാല്യാദിഷ്വപി ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളിൽ, അതുപോലെ ജാഗ്രതാദിഷു ജാഗ്രസ്വപ്ന സുഷുപ്തികളിൽ, ഈ 2 നിലയ്ക്കുള്ള അവസ്ഥകളെയും നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളായിട്ട് നിരൂപണം ചെയ്തു. തുടർന്ന് പറയുകയാണ് സർവാസു അവസ്ഥാസു അപ്പി, എല്ലാ അവസ്ഥകളിലും. ഇപ്പോൾ സാമാന്യമായിട്ട് അവസ്ഥകൾ ഇത്രയേ നിരൂപണം ചെയ്യുള്ളൂ. ഒന്ന് അവസ്ഥാത്രയം, ജാഗ്രസ്വപ്ന സുഷുപ്തികൾ. 2 ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങൾ. ഈ 2 നിലയ്ക്കാണ് അവസ്ഥകളെ നമ്മൾ നിരൂപണം ചെയ്യാറ്. അപ്പോൾ അവിടെ അവസ്ഥാശബ്ദത്തിന് നമ്മൾ എന്തർത്ഥം എടുക്കും? സുഖം ദുഃഖം, മാനം അപമാനം, ശീതമുഷ്ണം, പൂജാപരിഭവം തുടങ്ങി പല ദ്വന്ദ്വാവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അങ്ങേയറ്റത്തെ ശീതവും അങ്ങേയറ്റത്തെ ഉഷ്ണവും നമുക്ക് അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട്. അല്ലെങ്കിൽ ജീവിതത്തിൽ സുഖകരങ്ങളായ ദുഃഖകരങ്ങളായ അവസ്ഥകൾ മാറി വരുന്നുണ്ട്. പൂജിക്കപ്പെടുന്ന അവസ്ഥയും നിന്ദിക്കപ്പെടുന്ന അവസ്ഥയും 2ഉം ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ബാഹ്യമായി നമ്മൾ ബ്രഹ്മചാരിയാവട്ടെ, ഗൃഹസ്ഥനാവട്ടെ, വാനപ്രസ്ഥനാവട്ടെ, സന്യാസിയാവട്ടെ, ഇത്തരം അവസ്ഥകളുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകളിലെല്ലാം നമ്മുടെ അനുഭവങ്ങളും വ്യത്യസ്തങ്ങളാണ്, പ്രതികരണങ്ങൾ വ്യത്യസ്തങ്ങളാണ്, പലപ്പോഴും സംവേദനങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഇപ്പോൾ സംവേദനങ്ങളാകട്ടെ, അവയോട് നമുക്കുള്ള പ്രതികരണങ്ങളാവട്ടെ, അനുഭവങ്ങളാകട്ടെ, തീർത്തും വ്യത്യസ്തങ്ങളാണ്. എന്നാൽ അവിടെയൊക്കെ അറിയുന്ന ഞാൻ, എല്ലാ അനുഭവങ്ങളെയും നേടുന്ന ഞാൻ ഏകനാണ്. ഇന്നലെ സുഖിച്ച ഞാൻ ഇന്ന് ദുഃഖിക്കുന്നു, അല്ലെങ്കിൽ ഇന്നലെ പൂജിക്കപ്പെട്ട ഞാൻ ഇന്ന് പരിഭവം ചെയ്യപ്പെടുന്നു. തിരിച്ചു ആവാം. അപ്പോൾ അവസ്ഥകൾ മാറുമ്പോൾ, അവസ്ഥകളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ മാറുമ്പോൾ ഞാൻ മാറാതിരിക്കുന്നു. ഇങ്ങനെ സർവാസു അവസ്ഥാസു അപി, അപ്പോൾ ബാല്യാദിഷു അപി ജാഗ്രതാദിഷു അപി സർവാസു അവസ്ഥാസു അപി വ്യാവൃത്താസു, വ്യാവൃത്തങ്ങളാകുന്നവയിൽ, കറങ്ങുന്നവയിൽ, ഇവ മാറിപ്പോകുന്നവയാണ്. അപ്പോൾ മാറിപ്പോകുന്ന ഇത്തരം അവസ്ഥകളിൽ മാറാതെ അഹം ഇതി അന്തസ്ഫുരന്തം, ഞാൻ എന്ന് ഉള്ളിൽ സ്പഷ്ടമായി സ്ഫുരിക്കുന്ന, ഉള്ളിലെന്ന് പറയുമ്പോൾ ശരീരേന്ദ്രിയ മനോബുദ്ധികൾക്കെല്ലാം ഉള്ളിലായിട്ട്, സകല കരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതായിട്ട് അങ്ങനെ മനസ്സിലാക്കണം. അല്ലാതെ ആത്മാവ് ഉള്ളിലും അല്ല പുറത്തും അല്ല. ഉള്ളിലെന്ന് പറഞ്ഞാൽ ആത്മാ പാത്രത്തിൽ വെച്ച പഴം പോലെ പരിമിതനാണെന്ന് പറയേണ്ടി വരും. ഉള്ളിലെന്ന് നിരൂപണം ചെയ്യുമ്പോൾ ഉള്ളിലാണ്, പുറത്തുനിന്ന് നിരൂപണം ചെയ്യുമ്പോൾ പുറത്താണ്. അതുകൊണ്ടാണ് ഉപനിഷത്ത് തദ് അന്തരസ്യ സർവസ്യ തത് സർവസ്യ അസ്യ ബാഹ്യത എന്ന് പറയുന്നത്. അതെല്ലാത്തിൻ്റെയും അകത്തുമാണ് പുറത്തുമാണ് ഒരുപോലെ. എങ്കിലും ഒരു ജീവോപാധിയുടെ നിരൂപണം ചെയ്യുമ്പോൾ ശരീരേന്ദ്രിയ പ്രാണ മനോബുദ്ധികൾക്കെല്ലാം ഉള്ളിലായി ഞാൻ 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 എന്ന ബോധം പ്രകാശിക്കുന്നതാണ് നിരൂപണം ചെയ്യുന്ന നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അന്തഃ എന്ന് പറഞ്ഞത്. അനുവർത്തമാനം, ഈ മാറി വരുന്ന അവസ്ഥകളിലൊക്കെ ഒരുപോലെ അനുവർത്തിച്ചുകൊണ്ട് ഉള്ളിൽ സ്ഫുരിക്കുന്ന സ്വാത്മാനം, ആത്മാവിനെ, സ്വാത്മാവിനെ, സ്വന്തം ആത്മാവിനെ പ്രകടീകരോതി, പ്രകടീകരിക്കുന്നു. ശിഷ്യന് മുമ്പാകെ, ജിജ്ഞാസുവിന് മുമ്പാകെ ഈ ആത്മാവിൻ്റെ യഥാർത്ഥമായ സ്വരൂപത്തെ പ്രകടീകരിക്കുന്നു. ആർക്ക് മുമ്പാകെയാണ് പ്രകടീകരിക്കുന്നത്? ഭജതാം, ഭജിക്കുന്നവർക്ക് മുമ്പാകെ. ഭജ് സേവായാം എന്നാണ് ധാതു. ഇപ്പം സേവിക്കുന്നവർക്ക്, സേവാ നമസ്കാരാദികൾ
സാധനാമാർഗത്തിൽ ഗുരുവിൽ നിന്ന് ഉപദേശം ലഭിക്കുന്നതിന് വഴിയൊരുക്കുന്ന സാധനകൾ പരിപ്രശ്നവും പ്രണിപാതവും സേവയുമാണ്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ എന്ന ഭഗവത് വാക്യം നമ്മൾ പല സന്ദർഭങ്ങളിൽ നിരൂപണം ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദ്യം വരും, സേവ ചെയ്യുന്നതിലൂടെ എങ്ങനെ ഗുരു ഉപദേശിക്കുന്നു? അപ്പോൾ സേവയ്ക്കനുസരിച്ചാണോ ഗുരുവിൻ്റെ മനസ്സ്? സേവ ചെയ്താൽ ഉപദേശിക്കുക, സേവ ചെയ്തില്ലെങ്കിൽ ഉപദേശിക്കാതിരിക്കുക, അത് ഗുരുവിൽ ദ്വന്ദ്വം കൽപ്പിക്കുകയല്ലേ? തന്നെ സേവിക്കുന്നവരോട് പ്രത്യേക മമത്വം ഉണ്ടാവുക, അത് ഗുരുവിന് യോഗ്യമാണോ? മറുപടി, സേവിക്കുന്നതിലൂടെ ഗുരുവിനല്ല പരിവർത്തനം വരുന്നത്, മറിച്ച് സാധകൻ്റെ മനസ്സ് പാത്രത്വമുള്ളതാകും, വിനയാന്വിതമാകും, പരിപക്വമാകും, ഉപദേശം ഗ്രഹിക്കാനുള്ള ക്ഷമത നേടും. അങ്ങനെ സേവിക്കുന്നവർക്ക് ഭജതാം പ്രകടീകരോതി ആത്മാനം, ആത്മാവിനെ പ്രകടീകരിക്കുന്നു. എങ്ങനെ? ഭദ്രയാ മുദ്രയാ, ഭദ്രയായ മുദ്ര കൊണ്ട്, മംഗളകരയായ മുദ്ര കൊണ്ട്. ജീവിതത്തിൽ പരമമായ കൃതാർത്ഥതയിലേക്ക് നമ്മളെ ഉയർത്തുന്നതാണ് ഭദ്രമായത്, മംഗളമായത്. ശിവമയമായ അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുന്നതാണ് ഭദ്രം. അങ്ങനെയുള്ള മുദ്ര നാം ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. കരകലിത ചിന്മുദ്രമാനന്ദമൂർത്തിം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീടെ എന്ന് വ്യാഖ്യാനിച്ച സന്ദർഭത്തിൽ ജ്ഞാനമുദ്രയാണ് ദക്ഷിണാമൂർത്തി ധരിച്ചിട്ടുള്ളത്. ഭഗവാൻ ദക്ഷിണാമൂർത്തിയുടെ ഭാഷ മൗനത്തിൻ്റെ ഭാഷയാണ്. ആ മൗനം ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധകരോടാണ് അത് ഉപദേശിക്കുന്നതെന്ന് മാത്രം. ഉൾക്കൊള്ളാൻ കഴിയാത്തവർ മൗനത്തെ തെറ്റിദ്ധരിക്കും. അപ്പോൾ അവിടെയുള്ള ഭാഷ ജ്ഞാനമുദ്രയാണ്, ചിന്മുദ്രയാണ്. പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും ഏകത്വം, ആ ഏകതാബോധത്തിൽ, ഏകതാ സാക്ഷാത്കാരത്തിൽ മാത്രം സർവ ത്രിഗുണങ്ങളിൽ നിന്നും മുക്തമായ അവസ്ഥാവിശേഷം, ഇതാണ് ജ്ഞാനമുദ്ര എടുത്ത് കാണിക്കുന്നത്. ഈ ജ്ഞാനമുദ്രയെക്കൊണ്ട് സ്വാത്മാവിൻ്റെ യഥാർത്ഥ ഭാവത്തെ പ്രകടമാക്കിക്കൊണ്ടുള്ള യാതൊരു ഗുരുനാഥനുണ്ടോ? തസ്മൈ ഗുരുമൂർത്തയേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയേ. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട്, ശ്രീ ഗുരുമൂർത്തിക്കായിക്കൊണ്ട് ഈ നമസ്കാരം എന്ന് പറഞ്ഞ് സമർപ്പിക്കുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनात् मृत्योर्मुक्षीय मामृतात्।